ബ്രിട്ടനിൽ നിന്നും വരുന്ന ഏറ്റവും പുതിയ വാർത്ത മലയാളികളടക്കമുള്ള ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഒട്ടും സന്തോഷം പകരുന്നതാവാൻ സാധ്യതയില്ല. അവിടുത്തെ NHS അഥവാ നാഷണൽ ഹെൽത്ത് സർവീസ് മൊത്തത്തിൽ അഴിച്ചുപണിയാൻ പോകുന്നു എന്നതാണ് ആ വാർത്ത. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമറാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. രാജ്യത്തിന്റെ ആരോഗ്യ സേവനത്തിന് മേൽനോട്ടം വഹിക്കുന്ന ഈ സംഘടനയെ രാജ്യത്തിന്റെ ആരോഗ്യ വകുപ്പിന്റെ ഭാഗമാക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതോടെ NHS ഇല്ലാതാകുകയും നിലവിൽ NHSലും ആരോഗ്യ വകുപ്പിലും ചേർന്ന് ഏകദേശം 18,000-ഓളം ജോലിക്കാർ ഉള്ളതിൽ പകുതിയിലേറെ പേരുടെയും ജോലി നഷ്ടത്തിന് ഇത് കാരണമാകും. ഇതിൽ തന്നെ നല്ലൊരു ശതമാനം മലയാളികൾ അടക്കമുള്ള ഇന്ത്യക്കാരാണ്. ഈ കാരണത്തിന് പിന്നിൽ വിവിധങ്ങളായ കാരണങ്ങളാണ്. പ്രധാനമായും NHSലെ കെടുകാര്യസ്ഥതയും ഉദ്യോഗസ്ഥ മേധാവിത്വവും. കൂടാതെ NHSലെ ചികിത്സയ്ക്ക് വേണ്ടിവരുന്ന കാത്തിരിപ്പ്, സർജറികൾക്കാണെങ്കിൽ പോലും മാസങ്ങളുടെ കാത്തിരിപ്പ് വേണ്ടിവരുന്നു. ഇനി ചെറിയ അസുഖങ്ങളാണെങ്കിൽ അങ്ങോട്ട് പോകുകയേ വേണ്ട. എന്തിനേറെ ഒരു എക്സ്റേ എടുക്കണമെങ്കിൽ പോലും ആഴ്ചകളുടെ കാത്തിരിപ്പ് വേണം. ഇതിനെല്ലാം പുറമെയാണ് ഓരോ വർഷവും ഗവൺമെന്റ് NHSനായി നീക്കിവെക്കുന്ന അതിഭീമമായ തുക. ഇത് ഏകദേശം 25 ലക്ഷം കോടി രൂപ വരും. എന്നാൽ ജനങ്ങളുടെ NHSന് മേലുള്ള സേവനങ്ങളുടെ സംതൃപ്തി സൂചിക വെറും 17%. കഴിഞ്ഞ മാസം NHSന്റെ ചീഫ് എക്സിക്യൂട്ടീവ് അമാൻഡ പ്രിച്ചാർഡ് രാജിവെക്കുക കൂടി ചെയ്തതോടെ NHS കൂടുതൽ പ്രതിസന്ധിയിലായി. ഇതെല്ലാം ബ്രിട്ടീഷ് ഗവൺമെന്റിനെ ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് നയിക്കുന്നതിൽ സ്വാധീനിച്ചു. ഇനി ഈ NHSനെ പറ്റി ചുരുക്കി പറയുകയാണെങ്കിൽ 2013 കൺസർവേറ്റീവ് ഗവൺമെന്റിന്റെ കാലത്താണ് രാജ്യത്തിലെ ആരോഗ്യ മേഖലയുടെ ഉന്നമനത്തിനും സ്വതന്ത്ര നടത്തിപ്പിനുമായി NHS സ്ഥാപിച്ചത്, നമ്മുടെ BSNLന്റെ മാതൃകയിൽ. പക്ഷേ കഴിഞ്ഞ 10-12 വർഷങ്ങൾ കൊണ്ട് ബ്രിട്ടനിലെ ആരോഗ്യ മേഖല പഴയതിനേക്കാൾ മോശമാകാനേ ഈ തീരുമാനം കൊണ്ട് കഴിഞ്ഞുള്ളൂ. കഴിഞ്ഞ വർഷത്തെ തിരഞ്ഞെടുപ്പിൽ കീർ സ്റ്റാമറുടെ നേതൃത്വത്തിലുള്ള ലേബർ ഗവൺമെന്റ് അധികാരം ഏറ്റെടുത്ത ഉടനെ NHSനെ കുറിച്ച് പഠിക്കുന്നതിനായി 2 കമ്മിറ്റികളെ ചുമതലപ്പെടുത്തി. പാർലമെന്ററി കമ്മിറ്റിയും പ്രൈവറ്റ് മെഡിക്കൽ കമ്മിറ്റിയും. ഇവരുടെ റിപ്പോർട്ടും ഗവൺമെന്റിനെ ഇത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് നയിച്ചു. NHSനെ കുറിച്ച് നേരത്തെയും വലിയ ഗുരുതര ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മാനേജ്മെന്റിൽ കൂടുതലും ഒരു പ്രത്യേക കമ്മ്യൂണിറ്റി, അതായത് മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന വ്യക്തികളാണെന്നും പുതിയതായി റിക്രൂട്ട് ചെയ്യുന്ന തൊഴിലാളികളിൽ ഭൂരിഭാഗവും ഈ വിഭാഗത്തിൽ നിന്നുമാണെന്നും അത്തരക്കാർക്ക് പല ആനുകൂല്യങ്ങളും നൽകുന്നു എന്നതുമാണ്. പ്രധാനമന്ത്രിയുടെ പുതിയ പ്രഖ്യാപനത്തെ കൺസർവേറ്റീവ് പാർട്ടി നേതാവ് കെമി ബഡനോക്കും സ്വാഗതം ചെയ്തു. എന്നാൽ പ്രധാനമന്ത്രി തന്റെ പ്രസംഗത്തിൽ പറഞ്ഞത് ഇതൊരു തുടക്കം മാത്രമാണെന്നും ആരോഗ്യ മേഖലയിൽ മാത്രമല്ല മറ്റ് മേഖലയിലുള്ള ഡിപ്പാർട്ട്മെന്റുകളിലും ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ വരും നാളുകളിൽ കൈക്കൊള്ളുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതിൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്, സാംസ്കാരിക സ്ഥാപനങ്ങൾ, എനർജി, ഗാംബ്ലിംഗ് കമ്മീഷൻ, സിവിൽ സർവീസ് ഡിപ്പാർട്ട്മെന്റുകൾ എന്നിവയെല്ലാം ഉൾപ്പെടും. ഗവൺമെന്റിന്റെ ചിലവുകൾ കുറയ്ക്കുന്നതിനും തൊഴിലാളികളുടെ കാര്യക്ഷമത കൂട്ടുന്നതിനും ഈ തീരുമാനങ്ങൾ ഗുണം ചെയ്യുമെന്നും അദ്ദേഹം പ്രത്യാശിച്ചു. ഈ തീരുമാനങ്ങളെല്ലാം 2 വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കുമെന്നും അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു. നിലവിൽ NHSലെ ഭൂരിഭാഗം ഡോക്ടർമാരും നഴ്സുമാരും കെയറർമാരും മറ്റ് ഓഫീസ് ജോലിക്കാരും എല്ലാം ഇന്ത്യക്കാരാണെന്നതിനാൽ നമ്മളെ സംബന്ധിച്ച് ഈ വാർത്ത അത്രയ്ക്ക് സുഖം നൽകുന്ന ഒന്നല്ല.